വെൽക്കം ടു മിലാൻ. ഈ പാവാടയൊക്കെ ഇറക്കി ഈ മുഖത്ത് കാണുന്ന സന്തോഷം എനിക്ക് കിട്ടിയത് ഈ ട്രാം കണ്ടപ്പോഴാണ്. ശരിക്കും എന്തൊരു ഭംഗി അറിയോ അവിടുത്തെ ട്രാം. പഴയ കാലഘട്ടത്തിലേക്ക് പണ്ടത്തെ വിൻറ്റേജ് ലുക്കുള്ള ട്രാം. അത് ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, 4 പല കളറിലുള്ള പഴയ ലുക്കിലുള്ള ട്രാം. അങ്ങനെ ഈ ട്രാമൊക്കെ പിടിച്ച് നമ്മൾ ആദ്യം പോകുന്നത് ഡ്യൂമോ ദി മിലാനോ, മിലാൻ കത്തീഡ്രൽ. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പള്ളികളിലൊന്നും യൂറോപ്പിലെ തന്നെ 3ാമത്തെ വലിയ പള്ളിയുമായ ഡ്യൂമോ ദി മിലാനോ. അത് വലിപ്പത്തിൽ മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ ലുക്കും ഒരു രക്ഷയില്ല. പിന്നെ എനിക്ക് പൊതുവേ, ഓരോരുത്തർക്കും ഓരോ പോലെയാണ്, എനിക്ക് ഈ ആർക്കിടെക്ചർ കാണുമ്പം ഓരോ ഡിഫറെൻറ്റ് അത് എവിടെയാണെങ്കിലും എനിക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ആർക്കിടെക്ചറിന് ഭയങ്കരമായിട്ടും എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് അങ്ങനത്തെ കാണുമ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു സന്തോഷം വരും. അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷം വന്ന ഒരു ദിവസമാണിത്. ഒരു രക്ഷയില്ലാത്തൊരു പള്ളി. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഡ്യൂമോ ദി മിലാനോ കത്തീഡ്രലിലാണ് വന്ന് ഇവിടെ വന്നൊക്കെ അടിപൊളി വ്യൂ ആ. പോയി കണ്ടേച്ചു വരാൻ പറഞ്ഞ ആ അടിപൊളി ഭംഗി. ശരിക്കും അല്ലേ, ശരിക്കും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? എന്താ ഒരു നമ്മൾ മനുഷ്യർ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു ഭംഗി. അതിന് അങ്ങനത്തെ ആർക്കിടെക്ചറിനൊക്കെ ഇത്ര നമ്മളെ മെസ്മറൈസ്ഡ് ആക്കി കളയുമെന്ന് പറയൂലേ, അതുപോലെ നമ്മളൊന്ന് കുറച്ച് നേരം സ്റ്റക്കായി പോവും. ഇത് എന്താ നമ്മൾ കാണുന്നത്, വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ള പോലെ. പിന്നെ ഓഫ് കോഴ്സ് ഇതൊരു ചർച്ച ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ആളുകളിങ്ങനെ കുറേ സൈലൻ്റ് ആയിട്ടിരിക്കുന്നു. സൈഡിലൊക്കെ ഇങ്ങനെ മെഴുകുതിരി കത്തിച്ച് വെച്ചിരിക്കുന്നു. പിന്നെ നമുക്ക് മനസ്സിലാവുകയില്ലാത്ത ഭാഷയിലാണെങ്കിലും ഈ ചർച്ചിലെ സോങ്ങിനൊരു പ്രത്യേക ഒരു സുഖമാണ്. അത് കേട്ടിങ്ങനെ ചർച്ചിൻ്റെ അകത്ത് ഇരുന്നാൽ തന്നെ നമ്മുടെ മനസ്സൊക്കെ കാമാവും. എൻ്റെ ഈ ഇരിപ്പും നോട്ടമൊക്കെ കണ്ട എല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും. ഒരു കുന്തവും മനസ്സിലായിട്ടില്ല. ഇറ്റാലിയനിലാണല്ലോ. പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പരിപാടി ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇങ്ങനെ കുറേ നേരം ഇവിടെ ഇരുന്ന് ഈ പാട്ടൊക്കെ കേട്ടിരിക്കാനും, പിന്നെ ഇതിന് ചുറ്റും നടന്ന് ഈ കാഴ്ചകൾ കാണാനും, പിന്നെ ഇങ്ങനെ മെഴുകുതിരി കത്തിക്കാനും. ശരിക്കും എനിക്ക് ഈ മെഴുകുതിരിയൊക്കെ കത്തിക്കുമ്പോൾ ഓർമ്മ വരുന്നത്, ഞാൻ 2 കൊല്ലം ക്രിസ്ത്യൻ സ്കൂളിൽ പഠിച്ച ഒരാളാണ്. അന്നൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോവുക, അവരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഇതുപോലെ പള്ളിക്കകത്തൂടെ നടക്കുക. അതൊക്കെ എനിക്ക് പെട്ടെന്ന് എൻ്റെ മെമ്മറിയിലേക്ക് വന്നു. പിന്നെ ഞങ്ങളിങ്ങനെ നടക്കുമ്പോൾ എനിക്ക് ഈ ടൈലടക്കം കുറേ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് പള്ളിയുടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വരുന്നതിന് മുന്നേ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, ഇവിടെയാണ് സെയിൻറ്റ് ചാൾസ് ബൊറോമോയുടെ ശവദേഹം പ്രിസർവ് ചെയ്ത് ക്രിസ്റ്റൽ കോഫിനിൽ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അദ്ദേഹം 1584 മരിച്ചു പോയതാണ്. പിന്നെ അതുമാത്രമല്ല, ഇവിടെയാണ് ഹോളി നെയിലുള്ളത്. പക്ഷേ ആക്ച്വലി ഞങ്ങൾ കുറേ തപ്പിയിട്ടും അതൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ, ഈ വിൻഡോ എന്നെ ഞെട്ടിച്ച വേറൊരു കാര്യമാണ്. ഇങ്ങനെ നല്ല ഹൈറ്റിൽ ഈ വിൻഡോ, അതോ അപ്പുറത്തെ വശത്ത് നിന്ന് ഇങ്ങനെ സൺലൈറ്റ് അടിക്കുമ്പോൾ ഒരു അപാര കാഴ്ച തന്നെയായിരുന്നു അതും. പിന്നെ ഇങ്ങനെ കുറേ നേരം നമ്മളങ്ങനെ പള്ളിക്കകത്തൂടെ ഇതൊക്കെ എൻജോയ് ചെയ്ത് നടന്നു. പിന്നെ ഇങ്ങനെ നടക്കുമ്പോഴാണ് ഇത് കണ്ടത്, കുർബാന കഴിഞ്ഞിട്ട് വിശ്വാസികൾ വന്നിട്ട് ഇങ്ങനെ അപ്പവും വീഞ്ഞും കൈക്കൊള്ളുന്നതൊക്കെ. ഇത് ശരിക്കും പണ്ട് ഞാനും ഇങ്ങനെ ക്യൂവിൽ നിന്നിട്ടുണ്ട്. അപ്പോൾ എന്നോട്, കാരണം എന്നെ അറിയുന്ന അച്ഛൻ തന്നെയാണ് ഞങ്ങളുടെ സ്കൂളിലുള്ള, അപ്പോൾ അച്ഛനോട് ചോദിച്ചു, നീ ക്രിസ്ത്യാനിയാണോ ഓടിയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞല്ല അച്ഛൻ. അപ്പോൾ അച്ഛൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞ്, അപ്പം ഇത് നിനക്കുള്ളതല്ല, പോയിക്കോളാൻ പറഞ്ഞ്. പിന്നെ ഞാൻ ഇംഗ്ലീഷ് സിനിമ മാത്രമേ ഇങ്ങനെ ഈ വേറെ കളർ ലോഹയിട്ട അച്ഛന്മാരെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഞാനിവിടെ നിന്ന് പല കളർ ലോഹയിട്ട അച്ഛന്മാരെ കണ്ട് നോക്കി നിന്നു. പിന്നെ ഇതെല്ലാം കണ്ട് നമ്മളൊരു 1.5 മണിക്കൂറിന് ശേഷമാണ് ഞാനും ചീനും ഈ പള്ളി വിട്ട് വെളിയിലേക്ക് വന്നത്. അപ്പോൾ വന്നപ്പം പള്ളിമുറ്റത്താണെങ്കിൽ നല്ല ഫുള്ളപ്പോഴത്തേക്ക് നിറയെ ആൾക്കാരായി. പിന്നെ പിള്ളേരെല്ലാം ഈ പ്രാവിനെ പിടിക്കാനൊക്കെ ഓടി നടക്കുന്നു.
പ്രാവാന്നറിയോ. പിന്നെ അത് ശരിക്കും ഇവിടെ ഒരു ബിസിനസ്സും ആക്കിയിട്ടുണ്ട്. ഇത് ഈ ആൾക്കാർ പൈസ വാങ്ങിച്ചിട്ട് ബ്രെഡ് തരും, എൻ്റെ കയ്യിൽ വെച്ച് തരുമ്പോൾ അത് കയ്യിൽ വരും ചില പ്രാവുകൾ. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ കാണാൻ. മൊത്തത്തിലൊരു നല്ല ഇത് കണ്ട ആ ചെറുക്കന് പക്ഷെ അത്ര ഇഷ്ടപ്പെട്ടില്ല. അടിപൊളി. ഞങ്ങൾ വന്ന 9 മണിയായപ്പോൾ വന്നു, അതുകൊണ്ട് തന്നെ ബാഗ് കൊണ്ട് ഒരു തിരക്കില്ലാതെ അകത്ത് കയറാൻ പറ്റി. ഇപ്പൊ ഇവിടെ ഫുൾ ആളുകളാണ്, നിറയെ ആളുകൾ വന്നു. ഇനി ഞങ്ങൾ ഇവിടുന്ന് നേരെ വിക്ടോറിയോ ഇമ്മാനുവലിലേക്ക് പോവാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, വിക്ടോറിയോ ഇമ്മാനുവൽ ദ വെരി ഫേമസ് നമ്മുടെ ഷോപ്പിംഗ് ആർക്കേഡാണ്. ഇതിൻ്റെ ഈ വെളിയിൽ തന്നെ എന്തൊരു ഭംഗി അറിയോ. ഇന്നലെയൊക്കെ ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, മിലാൻ എനിക്ക് അങ്ങനെ ഭയങ്കര ഒരു വാവ് ഫാക്ടർ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഫുള്ള് ഫട്ടാഫട്ട്, ഇന്ന് രാവിലെ മുതൽ വാവ് ഫാക്ടർ ആയിരുന്നു. കയറിയ മെട്രോ മുതൽ ഇറങ്ങി ഇപ്പം കണ്ട ഡ്യൂമോ ദി മിലാനോ മുതൽ അതിൻ്റെ അകത്ത് കാണുന്ന ഓരോ ചെറിയ കൊത്തുപണികൾ ഉൾപ്പെടെ ഭയങ്കര അടിപൊളിയായിരുന്നു. അടിപൊളി ഫീലായിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ റൊമാൻറ്റിഫിക്കേഷൻ്റെ എൻ്റെ കുളിരൊക്കെ അതുപോലത്തെ ഒരു ഫീലായിരുന്നു. കയറിയപ്പോൾ എനിക്ക് കണ്ണൊക്കെ നിറഞ്ഞു വന്നു. അത്ര അടിപൊളി പള്ളി കാണാൻ. ലുക്ക് പള്ളി കാണിച്ചു തരാം ഒന്നും കൂടി. അപ്പൊ ഞങ്ങൾ ഇനി നേരെ ഇതിന്റെ അകത്തേക്ക് പോവാണ്. Come on, നമുക്ക് ലെറ്റ്സ് ഗോ ഇൻസൈഡ്. നീലു എന്തുണ്ടെന്നാ പറഞ്ഞത്? ഇപ്പം ചളി നീല് പാലിൻ്റെ അടുത്തുനിന്ന് ചളി പഠിച്ച് ഇപ്പം മുട്ട ഇവിടെ ഉണ്ടത്. മുട്ട എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്, കുറച്ച് മുട്ട വാങ്ങിച്ചിട്ട് പോവാന്നാണ് നീലി പറയുന്നത്. പറഞ്ഞ് ദ വെരി ഫേമസ് ഷോപ്പിംഗ് ആർക്കേഡ് മിലാൻ, വിക്ടോറിയോ ഇമ്മാനുവൽ എന്നാണ് പേര്. അങ്ങോട്ട് പോവാണ്. ദേ ചെക്കൻ തൊട്ട് പുറകിൽ എങ്ങനെ ഷോപ്പ് ചെയ്യാൻ പോയി. എവിടുന്നാ നീ എവിടെ? പ്രാഡയാണോ ഗൂച്ചിയാണോ? അതാകെ അവൻ പറഞ്ഞ മുട്ട മാത്രമേ മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് മുട്ട വാങ്ങിയിട്ടുള്ളൂ ഷോപ്പ്. ഓക്കെ, എനിക്കിന്ന് വാങ്ങിക്കുന്ന എല്ലാം ജയ് വാങ്ങി തരാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചിന്നു നിനക്കൊന്നുമില്ല, എനിക്കെല്ലാം ജയ് വാങ്ങി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. റെന്റ് കളക്ട് ചെയ്യാൻ മറന്നു അല്ലേ? ആണ് മക്കളെ ആർക്കേഡ്. എന്താണ് ലുക്ക് നോക്ക്, അടിപൊളി. പെണ്ണുങ്ങളെ അല്ല കേട്ടോ നോക്കണ്ട, ഇവിടെ ശ്രദ്ധിക്കൂ, എല്ലാരും ഇവിടെ ശ്രദ്ധിക്കൂ. ഈ ബിൽഡിങ്ങിലേക്ക് ശ്രദ്ധിക്കൂ കുട്ടികളെ. ബിൽഡിംഗ് നോക്കൂ എന്ത് അടിപൊളിയാണ്. പിന്നെ ഞാനിവിടെ ഏതിലോ ഒന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു, അല്ല ഇങ്ങനെ ഏതോ ഒരു വീഡിയോ കണ്ടപ്പോഴോ ഇവിടെ എല്ലാ ഷോപ്പിനും മറ്റേ ഇത് നമ്മുടെ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഗോൾഡൻ എഴുത്തുകളാണ് വേണ്ടത്. വരൂ നമുക്ക് പോയി കണ്ടേച്ചും വരാം. എന്തിനാ ഈ വട്ടം കറങ്ങുന്നതെന്നല്ലേ, ഇത് മറ്റേ പരിപാടിയാണ്. എങ്ങാനും ബിരിയാണി കൊടുത്താലോ എന്നുള്ള സ്കീം. ആരോ പറഞ്ഞു ഇതിൻ്റെ മുകളിൽ കയറി ഇങ്ങനെ വട്ടം കറങ്ങിയാൽ നമുക്ക് ഗുഡ് ലക്ക് വരുന്നു. ഗുഡ് ലക്ക് വന്നില്ല, ജസ്റ്റിന് തല കറങ്ങാതെ രക്ഷപ്പെട്ടത് ഭാഗ്യം. ഇത് ശരിക്കും ഈ ബിൽഡിങ് അന്നേ 1865 ഉണ്ടാക്കിയ ബിൽഡിങ്ങാണ്. അത് ഇറ്റാലിയൻ കിങ്ഡം ആയിരുന്ന കാലത്തുള്ളതാണ്. അതുകൊണ്ട് ഇവിടുത്തെ ഓരോ ടൈലും ഒരു 4 ടൈപ്പ് ടൈലാണ് അവിടെ മെയിനായിട്ട് സെൻട്രൽ ഭാഗത്ത് കാണിക്കുന്നത്. അത് ഓരോ ക്യാപിറ്റലിനെ, അന്നത്തെ ഇറ്റാലിയൻ കിങ്ഡത്തിൻ്റെ ക്യാപിറ്റലായിരുന്ന 3 സിറ്റീസിനെയും പിന്നെ മിലാനെയും പ്രതിനിധീകരിച്ചിട്ടുള്ള ടൈൽസാണത്. അങ്ങനെ പല പല കഥകൾ, എത്രയോ വർഷം പഴക്കം ഉള്ള ഹിസ്റ്ററി ഉള്ള ഒരു ബിൽഡിംഗ്. പിന്നെ ഈ നീലി ചിരിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അവൻ ഐസ്ക്രീം വാങ്ങാനാണ്. കാരണം ഐസ്ക്രീം ജെലാറ്റോ എന്നാണ് പറയേണ്ടത്. ജെലാറ്റോ, അവിടുത്തെ ജെലാറ്റോ, ഇറ്റാലിയൻ ജെലാറ്റോസ് വെരി ഫേമസ് ആണ്. അവിടെ പോയാൽ
ഒരു മസ്റ്റ് ഹാവ് എല്ലാവരും കഴിക്കേണ്ട സാധനമാണ് ഈ ജെലാറ്റോ. ഇത് നീലിൻ്റെ സെക്കൻഡ് ജെലാറ്റോ ആണെന്ന് തോന്നുന്നു. നല്ലതായിരുന്നു. ഇത് വാനില നല്ല ജെലാറ്റോ ആയിരുന്നു കേട്ടോ. ഇതിനെയാണ് ആംബിയൻസ് എന്നൊക്കെ പറയുന്നത് അല്ലേ? എന്താ ആംബിയൻസ്, വൈബ്. എന്നെപ്പോലെ ഈ ആർക്കിടെക്ചറും ഹിസ്റ്ററിയും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റാണ് ഈ മിലാനിലെ പള്ളി. എനിക്ക് ഈ മിലാനിലെ ബാക്കിയുള്ള ഇപ്പം വേറൊരു ഷോപ്പിംഗ് സ്ട്രീറ്റ് പോയതൊന്നും ഞാൻ അത്ര എൻജോയ് ചെയ്തിട്ടൊന്നുമില്ല. കാരണം ഞാൻ അങ്ങനെ ഒരു വലിയ ബ്രാൻഡഡ് സാധനങ്ങൾ പെട്ടെന്ന് വാങ്ങിക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് എനിക്ക് അതൊന്നും അത്ര എൻജോയ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ അത് എൻജോയ് ചെയ്യുന്ന ആൾക്കാർക്കും മിലാൻ ഒരു ശരിക്കും പറഞ്ഞാൽ വേൾഡിൻ്റെ തന്നെ ഫാഷൻ ക്യാപിറ്റൽ എന്നൊക്കെ പറയുമ്പം ചിലപ്പോൾ അങ്ങനെ ആളുകൾക്ക് അതുപോലെ ഇഷ്ടപ്പെടുന്നതായിരിക്കും. പക്ഷേ എനിക്കിതാണ്, മിലാൻ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഈ ഒരു പള്ളിയാണ്. എത്ര നോക്കിക്കൊണ്ട് നിന്നാലും മതിയാവാത്ത ആ പള്ളിയിൽ നിന്ന് ഇന്ന് ഞങ്ങൾ പോവുകയാണ് തിരിച്ച് ഞങ്ങളുടെ എയർബിഎൻബിയിലേക്ക്. ഇന്ന് ഞങ്ങളിപ്പോൾ പോകുന്നില്ല എയർബിഎൻബിയിലേക്ക്. ഇപ്പോൾ ഞങ്ങൾ തിരിച്ച് ഇവിടുന്ന് ബസ് പിടിച്ചിട്ട് നവീഗിലി പോവാണ്. എന്നിട്ട് നവീഗിലി പോയിട്ട് അതിൻ്റെ വീഡിയോ നാളെ കാണിച്ചു തരാം. ഓക്കെ, നാളെയല്ല, കുറച്ച് ദിവസം എടുക്കും. കാരണം എഡിറ്റ് ചെയ്യണം, അതൊക്കെ ഇറക്കണം. അപ്പോൾ അത് കുറച്ച് നേരം എടുക്കും. അടുത്ത ആഴ്ച അത് കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, ബൈ ഫ്രം മിലാൻ. അപ്പം എല്ലാം പറഞ്ഞ പോലെ എന്ന് സ്വന്തം ലക്ഷ്മി.